بسم الله الرحمن الرحيم. إن قارون كان من قوم موسى فبغى عليهم وآتيناه من الكنوز ما إن مفاتحه لتنوء بالعصبة أولي القوة إذ قال له قومه لا تفرح إن الله لا يحب الفرحين وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين قال إنما أوتيته على علم عندي أولم يعلم أن الله قد أهلك من قبله من القرون من هو أشد منه قوة وأكثر جمعا ولا يسأل عن ذنوبهم المجرمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1331 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖസസിലെ 76 മുതൽ 78 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن قارون كان من قوم موسى فبغى عليهم وآتيناه من الكنوز ما إن مفاتحه لتنوء بالعصبة أولي القوة إذ قال له قومه لا تفرح إن الله لا يحب الفرحين وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين قال إنما أوتيته على علم عندي أولم يعلم أن الله قد أهلك من قبله من القرون من هو أشد منه قوة وأكثر جمعا ولا يسأل عن ذنوبهم المجرمون صدق الله العلي العظيم. സൂറത്തുൽ ഖസസിലെ 76 മുതൽ 78 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഖസസിന്റെ തുടക്കം മുതൽ പകുതിയിലേറെ ഭാഗം മൂസ അലൈഹി ഇസ്ലാമും ഫിറഔനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രം വളരെ ശ്രദ്ധേയമായ വിധത്തിൽ വിവരിക്കുകയായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിനെ തുടർന്ന് മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ നിഷേധവും അവരുടെ ധാർഷ്ട്യവും ഒക്കെ അടങ്ങിയിട്ടുള്ള നിലപാടുകളെ പരാമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് അല്ലാഹു പ്രതിപാദിക്കുകയുണ്ടായത്. നമ്മൾ ഇന്നലെ വായിച്ച ആയത്തുകൾ ഉൾപ്പെടെയുള്ള ഭാഗത്ത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാനിടയായത്. മക്കയിലെ സത്യനിഷേധികളെ പോലെ എല്ലാ
കാലഘട്ടങ്ങളിലെയും സത്യനിഷേധികളുടെ അവരുടെ കാലഘട്ടത്തിലെ അവരിലേക്ക് ഷാഹിദായി നിയോഗിക്കപ്പെട്ട ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ഹാജരാക്കപ്പെടുമ്പോ ഈ നിഷേധികളോടും ആ ഷാഹിദിനോടുമൊക്കെ ആയിട്ട് അള്ളാഹു ചോദിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് ആയത്തുകളിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കാണുകയുണ്ടായി. അതിനെ തുടർന്ന് വീണ്ടും ഇന്ന് ഞാൻ വായിച്ചു വെച്ച 76 മുതലുള്ള ആയത്തുകളിൽ അള്ളാഹു മൂസ അലൈഹിസ്സലാമും ബനു ഇസ്രായേൽ സമൂഹവുമായി ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലേക്ക് തിരികെ പോവുകയാണ്. വിശേഷിച്ച് ഒരു ചരിത്രത്തിലെ ശ്രദ്ധേയനായ വ്യക്തിയെ പരാമർശിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ ദൗത്യ നിർവഹണ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ ചരിത്ര കഥാപാത്രങ്ങളെ വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശൈശവത്തില് അദ്ദേഹത്തിന്റെ ജനനം, അതുപോലെ ഫിറഔന്റെ നടപടികളിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹു ഒരുക്കിയ സംവിധാനങ്ങൾ, ഇതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് പലരെയും നമ്മൾ ഖുർആൻ പരാമർശിക്കുന്നത് കാണുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഉമ്മ, സഹോദരി, ജ്യേഷ്ഠൻ, അതുപോലെ അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി കൊട്ടാരത്തില് സൗകര്യം ഏർപ്പെടുത്തിയ ഘട്ടത്തില് അദ്ദേഹത്തിന് പാലൂട്ടാൻ വേണ്ടി വന്ന സ്ത്രീകള്, അങ്ങനെ ഒട്ടു വളരെ പേര്. അദ്ദേഹം യുവാവായ ഘട്ടത്തില് അവിചാരിതമായി ഉണ്ടായ ഒരു ഏറ്റുമുട്ടലും ഒരാളുടെ മരണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശത്തില് 2-3 ആളുകൾ അദ്ദേഹത്തിനോടുള്ള ആത്മാർത്ഥത കാരണമായി ആളുകൾ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന കാര്യം അദ്ദേഹത്തോട് വന്ന് പറഞ്ഞ ഒരാള്. പിന്നീട് ഈജിപ്തിൽ നിന്ന് നാടുവിട്ടു പോകുന്ന അകലെ മദിയൻ പ്രദേശത്തേക്ക് പോകുന്ന ഘട്ടത്തിൽ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ ആളുകൾ, വിശേഷിച്ച് വെള്ളം കോരാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്ന 2 യുവതികൾ. അങ്ങനെ അവിടെ വെള്ളം കോരാൻ വേണ്ടി വന്നിരുന്ന ഇടയന്മാരായ ആളുകൾ, പിന്നീട് ശുഐബ് അലൈഹിസ്സലാം. അങ്ങനെ ധാരാളം കഥാപാത്രങ്ങൾ പലയിടങ്ങളിലായിട്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാമർശിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് തൂർ പർവ്വതത്തിന്റെ അടുക്കൽ വെച്ച് അള്ളാഹുവുമായുള്ള ആ കൂടിക്കാഴ്ചയുടെ ആ സന്ദർഭം, തുടർന്ന് ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ കൂടി അദ്ദേഹത്തിന്റെ സഹായിയായിട്ട് നിശ്ചയിക്കുന്നത്, പിന്നീട് അങ്ങോട്ട് സാഹിറുകള്, പിന്നെ ഖിളർ അലൈഹി ഇസ്ലാമുമായി ഒരുമിച്ചുള്ള യാത്ര, മൂസ അലൈഹി ഇസ്ലാമിനോട് ഒപ്പം കൂടെ ഉണ്ടായിരുന്ന ഭൃത്യൻ, പിന്നീട് സിനായി മരുഭൂമിയിലെ അവര് ചെങ്കടല് കടന്ന് സിനായി മരുഭൂമിയിൽ എത്തിയ കാലത്തുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാമർശിക്കപ്പെട്ട സാമിരി, 70 ആളുകൾ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. അവരുടെ കൂട്ടത്തില് വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്ന 2-3 ആളുകളെ, മൂസ അലൈഹി ഇസ്ലാമിന്റെ ദൗത്യ നിർവഹണം മുഖ്യമായിട്ട് അഡ്രസ് ചെയ്തിരുന്നത് ഈ 3 ആളുകളെയാണ് എന്നത് ഖുർആൻ സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഫിറഔനും ഫിറൗവിന്റെ മന്ത്രിയായിരുന്ന ഹാമാനും, അതുപോലെ മറ്റൊരു കഥാപാത്രം ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകളിൽ സൂചിപ്പിക്കപ്പെടുന്ന ഹാറൂനും. അപ്പോ ഇത്രയേറെ വിശദാംശങ്ങളോടെയും ഇത്രയേറെ വ്യക്തികളെ പരാമർശിച്ചുകൊണ്ടുള്ള വിവരണം വിശുദ്ധ ഖുർആനില് മറ്റൊരു പ്രവാചകന്റെ കാര്യത്തിലും നിർവഹിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധ്യമല്ല. അത്രയും ഏറെ വിശദീകരണങ്ങൾ അടങ്ങിയ വിധത്തിലാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രം ഖുർആൻ വിവരിക്കുന്നത്. ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലേക്ക് തിരിച്ചു പോയിക്കൊണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ വീണ്ടും ക്ഷണിച്ചുകൊണ്ട് അള്ളാഹു വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വിവരിക്കുകയാണ്.
നമുക്ക് ഇന്ന് വായിച്ചു വെച്ച ആയത്തുകളൊന്ന് ശ്രദ്ധാപൂർവം വീണ്ടും അതിന്റെ സൂചനകളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ. ഇവിടെ ചരിത്രം വീണ്ടും ഈ ചരിത്ര സംഭവം നിങ്ങളുടെ ശ്രദ്ധ പതിയേണ്ടതുണ്ട് എന്ന ഒരു ഇടവാചകം ചേർത്ത് വായിച്ചുകൊണ്ട് വേണം നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വരുന്ന പോലെ നമുക്ക് അനുഭവപ്പെട്ടെന്ന് വരും. പക്ഷെ അത് വിശുദ്ധ ഖുർആന്റെ ഒരു വിവരണ ശൈലിയാണ്. ഒരു ഇമ്മീഡിയസി നൽകുന്ന ഒരു നാടകീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു രീതിയിലാണ് വിശുദ്ധ ഖുർആൻ പല ചരിത്ര സന്ദർഭങ്ങളെയും വിവരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇന്ന ഖാറൂന, നിശ്ചയമായിട്ടും ഖാറൂൻ, കാന മിൻ ഖൗമി മൂസ, മൂസായുടെ ജനതയിൽപ്പെട്ട ആളായിരുന്നു. ഖാറൂനെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. നിശ്ചയമായിട്ടും ഖാറൂൻ മൂസായുടെ ജനതയിൽപ്പെട്ട ആളായിരുന്നു. മൂസായുടെ ജനത എന്നത് ബനു ഇസ്രായേൽ സമൂഹത്തെയാണ് ആ പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നത് വ്യക്തമാണ്. മൂസ അലൈഹി ഇസ്ലാം ഒരു ഖൗമിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഫിറോവിന്റെ അടുക്കൽ എത്തുന്നത്. ഫിറോവിനോട് അള്ളാഹുവിന് വിധേയപ്പെടാൻ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് തന്നെ, അതിനോടനുബന്ധിച്ച് തന്നെ ബനു ഇസ്രായേലിനെ വിമോചിതരാക്കണം, അവരെ മോചിപ്പിക്കണം, ഈജിപ്തിലെ അവരുടെ അടിമത്തത്തിൽ നിന്ന് അവരെ മുക്തരാക്കണം എന്നുകൂടി ആവശ്യപ്പെടുന്നത് നമുക്ക് വിശുദ്ധ ഖുർആനിൽ തന്നെ വിവരിക്കപ്പെടുന്ന പലയിടത്തും കാണാൻ സാധിക്കും. അപ്പോ മൂസ അലൈഹി ഇസ്ലാം വന്നിരിക്കുന്നത് ബനു ഇസ്രായേലിന്റെ വിമോചകനായിട്ട് കൂടിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നുള്ള നിലക്ക് ഫിറോവിനോട് ഞെളിഞ്ഞു നിന്ന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറയുന്നതോടൊപ്പം തന്നെ താൻ ഏത് സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടാണോ നിലകൊള്ളുന്നത് ആ സമൂഹത്തിന്റെ രാഷ്ട്രീയ വിമോചനം സാധ്യമാക്കണം എന്നുകൂടി മൂസ അലൈഹി ഇസ്ലാം ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഖൗമ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബനു ഇസ്രായേലാണ്, ഇസ്രായേൽ സമൂഹമാണ്. അത് ചരിത്രപരമായി വിശകലനം ചെയ്യുമ്പോൾ കൂടി നമുക്ക് കൂടുതലായിട്ട് വ്യക്തമാകും. മൂസ അലൈഹി ഇസ്ലാമിന്റെ സമൂഹം ഈജിപ്തിൽ എത്തിയത് എങ്ങനെയാണ് എന്ന ചരിത്രമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ, നിശ്ചയമായിട്ടും ഖാറൂൻ മൂസായുടെ ജനതയിൽ പെട്ട ആളായിരുന്നു. ഫബഗാ അലൈഹിം, അങ്ങനെ അദ്ദേഹം അവരുടെ മേൽ ധിക്കാരവും അക്രമപരമായ പെരുമാറ്റവും ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഖാറൂൻ ബനു ഇസ്രായേൽ സമൂഹത്തിൽ അങ്ങേയറ്റത്തെ ധനാഢ്യനായ ഒരു മനുഷ്യനായിരുന്നു എന്ന് ബൈബിളിന്റെ തൗറാത്തിന്റെ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഖുർആൻ വിശദമായിട്ട് അത് പറയുന്നുണ്ട്. നമ്മൾ അതിലേക്ക് നീങ്ങുകയാണ്. തൗറാത്തില് അതുപോലെ ബൈബിളിന്റെ രണ്ട് ഭാഗങ്ങൾ, ന്യൂ ടെസ്റ്റമെന്റിലും ഓൾഡ് ടെസ്റ്റമെന്റിലും ഒക്കെ ഉള്ള പരാമർശം ഈ ഖാറൂനെ കുറിച്ച് കോറഹ് എന്നാണ്. കോറഹ് KORAH എന്നാണ് ഇംഗ്ലീഷിൽ എഴുതാറുള്ളത്. ഖാറൂൻ എന്നതിന്റെ ഒരു പാശ്ചാത്യ വായന അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു ലിപി വ്യത്യസ്തതയുള്ള ഒരു രൂപം എന്നേ അത് കാണേണ്ടതുള്ളൂ. കോറ എന്നാണ് പരാമർശം. മൂസ അലൈഹി ഇസ്ലാമിന്റെ പിതൃവ്യപുത്രനായിരുന്നു അദ്ദേഹം എന്ന് ബൈബിള് വ്യക്താക്കുന്നുണ്ട്. ഇസ്രായേൽ സമൂഹത്തിലെ അംഗമാണ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ തന്നെ കുടുംബത്തിലെ അംഗമാണ്, പിതൃവ്യപുത്രനാണ് എന്നൊക്കെയാണ്. വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് ഇദ്ദേഹം. പക്ഷെ അദ്ദേഹം ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ ദൈന്യത പേറുന്ന ഒരവസ്ഥയിലുണ്ടായിരുന്ന ആളല്ല. ഏത് കീഴാള സമൂഹത്തിന്റെ കാര്യം എടുത്താലും അവരുടെ കൂട്ടത്തിൽ അങ്ങേയറ്റത്തെ ധനാഢ്യനായ, വളരെ സമ്പന്നനായ ചിലരൊക്കെ കാണും. അവർക്ക് ഒരു പൊതു സ്വഭാവവും കാണും. അവര് ഭരണവർഗത്തിനോട് ഒട്ടി നിന്നുകൊണ്ട് തങ്ങളുടെ താല്പര്യങ്ങള് സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം ജനത്തെ ഒറ്റുകൊടുക്കുന്ന, സ്വന്തം ജനത്തിന് പാരവെക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റം കാഴ്ചവെക്കുന്ന ആളുകളായിരിക്കും അവർ.
അവരൊരിക്കലും തന്നെ ആ ജനതയുടെ വിമോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു റോളിലല്ല ഉണ്ടാവുക. മറിച്ച് അള്ളാഹു അവർക്ക് വലിയ സമ്പത്തും ഐശ്വര്യവും ഒക്കെ നൽകി എന്നതിനാൽ അവര് സമ്പത്തിനെയും ഐശ്വര്യത്തിനെയും ഒക്കെ പൂജിക്കുന്നവരായി മാറി അവരുടെ ജീവിത ലക്ഷ്യവും ദൗത്യവും മറന്ന് സമ്പത്തും ഐശ്വര്യവും ഒക്കെ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കാനും സംരക്ഷിക്കാനും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ഭരണവർഗത്തിന്റെ പിന്തുണയും സഹായവും തങ്ങൾക്ക് കിട്ടണം എന്ന് മോഹിക്കുന്ന ആളുകളായി അത്തരം ആളുകൾ മാറാറുണ്ട്. ഇത് കേവലം ധനാഢ്യരുടെ മാത്രം കാര്യമല്ല. ചില മതപുരോഹിതന്മാരങ്ങനെയാണ്. അവര് സമുദായത്തെ മറന്നുകൊണ്ട് ഭരണവർഗത്തിനെയും അതുപോലെ നാട്ടിലെ ധിക്കാരം കാണിച്ചുകൊണ്ട് ജനങ്ങളെ അടിച്ചമർത്തുന്ന ആളുകളെയും തൃപ്തിപ്പെടുത്തി അവരെ പ്രീണിപ്പിച്ച് അവർക്ക് വിടുവേല ചെയ്തു കൊടുത്ത് സ്വന്തം സമുദായത്തിനെ ഒറ്റുകൊടുത്തുകൊണ്ട് അവരുടെ ഭൗതിക താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി നിലകൊള്ളുന്നത് കാണാൻ കഴിയും. മൂസ അലൈഹി ഇസ്ലാമിന്റെ സമൂഹം ബനു ഇസ്രായേൽ ഈജിപ്തിൽ അനുഭവിച്ചതിനോട് സമാനത ഒരുപാടേറെ ഉണ്ട് ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം. അവരുടെ കൂട്ടത്തിലും സമ്പന്നതയില് ഉയർന്നു നിൽക്കുന്നവരുണ്ട്. അതുപോലെ രാഷ്ട്രീയ മതപൗരോഹിത്യ രംഗങ്ങളിലൊക്കെ തന്നെ ചില പ്രതിഭാസങ്ങളും ശ്രദ്ധേയമായ ചില വ്യക്തികളും ഒക്കെ കാണാൻ കഴിയും. ഇവരുടെയും ഒരു പ്രവണത നമുക്ക് കാണാൻ കഴിയുക സമുദായത്തിന്റെ ഇസ്സത്തിനെ ഏതൊക്കെ വിധത്തിൽ തകർത്തുകൊണ്ടാണെങ്കിലും ഒറ്റുകൊടുത്തുകൊണ്ടാണെങ്കിലും അവര് ഭരണവർഗത്തിനോട് അങ്ങനെ ഒട്ടിനിൽക്കും. സമുദായത്തെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരമായി അവരെ പീഡനങ്ങൾക്കിരയാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഭരണവർഗത്തിനും ഭരണ നേതൃത്വം നൽകുന്ന ആളുകൾക്കും ഒന്നും എതിരില് ഈ ദുർബലരായ ആളുകളുടെ വിമോചകൻ എന്ന നിലക്കല്ല അവരുണ്ടാവുക. അവര് ഭരണവർഗത്തോട് ഒട്ടി നിന്നുകൊണ്ട് സാധ്യമായ ഭൗതിക നേട്ടങ്ങളൊക്കെ ഉറപ്പുവരുത്താനും അത് സംരക്ഷിക്കാനും ഒക്കെയാണ് അവർക്ക് വ്യഗ്രത ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ് ഇവിടെ നമുക്ക് അള്ളാഹു പരിചയപ്പെടുത്തി തരുന്നത്. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ. മൂസായുടെ ജനതയിൽപ്പെട്ട ആളായിരുന്നു ഖാറൂൻ. ബനു ഇസ്രായേൽ സമൂഹം നേരിട്ടിരുന്ന അതിസങ്കീർണമായ പ്രതിസന്ധികൾ ഖാറൂനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവുകയില്ല എന്നേ ഉള്ളൂ. പക്ഷേ അയാളുടെ കുടുംബം, അയാളുടെ രക്തബന്ധുക്കള്, അടുത്ത ആളുകളൊക്കെ ആ അങ്ങേയറ്റത്തെ ദൈന്യത മുറ്റി നിൽക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. പക്ഷെ അതുകൊണ്ടൊന്നും തന്നെ അവർക്ക് വേണ്ടി നിലകൊള്ളാനോ ഭരണവർഗത്തിനെതിരിൽ രംഗത്ത് വരാനോ ഒന്നും അത്തരം ആളുകൾ സന്നദ്ധരാവാറില്ല. ഇവിടെ ഖാറൂന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഖാറൂൻ മൂസായുടെ സമൂഹത്തിൽപ്പെട്ട ആളായിരുന്നു. ബൈബിളിന്റെ സൂചന ശരിയാണെങ്കിൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ പിതൃവ്യപുത്രൻ തന്നെയായിരുന്നു ഖാറൂൻ. ഫബഗാ അലൈഹിം. അതിനെ തുടർന്ന് ആ ഒരു അവസ്ഥയിൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഈ ബനു ഇസ്രായേൽ സമൂഹത്തിന് എതിരിൽ അവരെ അടിച്ചമർത്തുന്ന വിധത്തിലും അവരെ പരമാവധി ദൈന്യതയിൽ നിന്ന് കൂടുതൽ ദൈന്യതയിലേക്ക് തള്ളിവിടുന്ന വിധത്തിലും അവരെ അടിമത്തത്തിൽ നിന്ന് കടുത്ത അടിമത്തത്തിലേക്ക് തള്ളിവിടുന്ന വിധത്തിലൊക്കെയുള്ള ധിക്കാരവും അക്രമപരമായ പെരുമാറ്റവുമാണ് ഈ ഖാറൂന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അയാൾ ഒരു വിമോചകനാവുന്നില്ല എന്നത് നമുക്ക് തൽക്കാലത്തേക്ക് വിസ്മരിക്കാം. പക്ഷെ അയാൾ ശത്രുക്കളോടൊപ്പം ചേർന്ന് ബനു ഇസ്രായേൽ സമൂഹത്തെ അതികഠിനമായ പീഡനങ്ങൾക്ക് ഇരയാക്കിക്കൊണ്ടിരിക്കുന്ന ആ സാമൂഹ്യ വ്യവസ്ഥയെ ന്യായീകരിച്ചുകൊണ്ട് ഭരണവർഗത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. നമ്മുടെ കൂട്ടത്തിലും അങ്ങനെ ചില ആളുകളെ കാണാൻ കഴിയും. അവര് എത്ര ഭീകരമായ സാഹചര്യങ്ങള് സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകള് വർഷങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇവിടെ ഇല്ല എന്ന വിധത്തിലൊക്കെ സംസാരിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് പലപ്പോഴും അത്തരം ആളുകളിൽ നിന്ന് കാണാൻ സാധിച്ചിട്ടുള്ളതാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് പൗരോഹിത്യത്തിന്റെ ഭാഗത്തു നിന്നായാലും മത നേതൃത്വത്തിന്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയോ ഒക്കെ
ഭാഗത്തു നിന്നായാലും അതല്ലെങ്കിൽ വാണിജ്യ വ്യവസായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ രംഗത്തുള്ളവരായാലും ഈ ആളുകള് അവരേത് സമുദായത്തെ പ്രതിനിധീകരിക്കുന്നു എന്നത് പോലും മറന്നുകൊണ്ട് ശത്രുവിനോട് കൈകോർത്ത് നിൽക്കുകയാണ് അവരുടെ ഭൗതിക താല്പര്യങ്ങള് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി. അത് അള്ളാഹു അവർക്ക് സമ്പത്തും ഐശ്വര്യവും സ്ഥാനവും പദവിയും സ്വാധീനവും നൽകി എന്നൊരൊറ്റ കാരണത്താലാണ് ഇവര് സ്വന്തം സമുദായത്തിനെ ഒറ്റിക്കൊടുക്കുന്ന ആളുകളായിക്കൊണ്ട് സമുദായ വഞ്ചകരായി നിലകൊള്ളുന്നത് എന്നതാണ് വസ്തുത. പിന്നെ ഖാറൂന കാന മിൻ ഖൗമി മൂസ, മൂസായുടെ ജനതയിൽപ്പെട്ടവനായിരുന്നു ഖാറൂൻ. ഫബഗാ അലൈഹിം, എന്നാൽ അയാള് തന്റെ സമുദായത്തിന് നേരെ അക്രമപരമായ നിലപാടുകൾ സ്വീകരിച്ചു, ബഗീ കാണിച്ചു. അവരോട് ദ്രോഹം ചെയ്യുന്ന വിധത്തില് അവരെ ഒറ്റുകൊടുക്കുകയും അവരെ ചവിട്ടി മെതിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടില് അയാൾ നിലക്കൊണ്ടു. വാതൈനാഹു മിനൽ കുനൂസ്, നാം അയാൾക്ക് ധാരാളം നിധിശേഖരങ്ങള് അതുപോലെ സമ്പദ് സമൃദ്ധിയുടെ കൂമ്പാരങ്ങള് വലിയ ഖജനാവുകള് തന്നെ നാം അയാൾക്ക് നൽകുകയുണ്ടായി. നിധികുംഭങ്ങള് ഖജനാവുകള് എന്നൊക്കെയുള്ള സൂചനയാണ് കുനൂസിനുള്ളത്. കെൻസ് എന്ന് പറഞ്ഞ നിധിയാണ്, അതിന്റെ ബഹുവചനാണിത്. വാതൈനാഹു മിനൽ കുനൂസ്, വളരെയേറെ വിലപിടിപ്പുള്ള നിധികുംഭങ്ങള് നിധിശേഖരങ്ങള് അതുപോലെ വളരെ വലിയ വളരെ മൂല്യമേറിയ പല സമ്പത്തും അല്ലെങ്കിൽ ധനവും ശേഖരിച്ചു വെക്കുന്ന അവരുടെ ഖജനാവുകളൊക്കെയും തന്നെ അങ്ങനെ പലതും നാം അവന് നൽകുകയുണ്ടായി. മാ ഇന്ന മഫാത്തിഹഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ, അതിന്റെ ഈ ഖജനാവുകളുടെ ഈ നിധികുംഭങ്ങളുടെയൊക്കെ താക്കോലുകൾ അത് വഹിക്കുന്ന, അത് ചുമക്കുന്ന വലിയ ശക്തന്മാരായ മല്ലന്മാരായ ആളുകൾക്ക് പ്രയാസം സൃഷ്ടിക്കുവോളം ഭാരിച്ചതായിരുന്നു എന്നാണ് അള്ളാഹുവോട് ചൂണ്ടിക്കാണിക്കുന്നത്. മാ ഇന്ന മഫാത്തിഹഹു, അവയുടെ മിഫ്താഹുകള് താക്കോലുകള് ലതനൂഉ, അത് ഭാരം തൂങ്ങുന്നതായി മാറി, ബിൽ ഉസ്ബത്തി, വലിയൊരു സംഘത്തിന്, ഉലിൽ ഖുവ്വ, വലിയ ശക്തിയും ശാരീരിക ശേഷിയും ഒക്കെയുള്ള ഒരു വമ്പന്മാരായ ചില ആളുകൾ അടങ്ങിയ ഒരു സംഘത്തിന് പോലും അത് ഈ താക്കോൽ കൂമ്പാരങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുക എന്നത് ഒരു ഭാരമായി അനുഭവപ്പെടുവോളം ഖാറൂന്റെ സമ്പൽ സമൃദ്ധി വളർന്നിട്ടുണ്ടായിരുന്നു. അള്ളാഹു ആ വിധത്തിൽ അയാൾക്ക് കോരിച്ചൊരിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് അള്ളാഹുവിടെ ഈ ചരിത്ര സംഭവത്തെ രേഖപ്പെടുത്തുന്ന വിധത്തില് പറഞ്ഞു വെക്കുന്നത്. ഇത് ഖാല ലഹു ഖൗമുഹു, അപ്പോ അങ്ങേയറ്റത്തെ ധനാഢ്യതയുടെ അവസ്ഥയിലേക്ക്, ധാരാളം സാമ്പത്തികമായ അഭിവൃദ്ധിയും അല്ലെങ്കിൽ സാമ്പത്തികമായ അയാള് ഉയർന്നു നിൽക്കുന്നതായി കാണിക്കുന്ന അയാളുടെ നിധിശേഖരങ്ങളും സമ്പൽ സമൃദ്ധിയും ഒക്കെ, ഇതൊക്കെ വന്നു ചേർന്ന് അതൊക്കെ സ്വന്തം പ്രയത്നം കൊണ്ട് നേടിയതാണ് എന്ന വിധത്തിലുള്ള ഒരു മനോഘടനയും ഉണ്ടായി. അതിന്റെ ബലത്തില് അയാളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വന്തം ജനതയ്ക്ക് നേരെ അക്രമപരമായ നിലപാട് സ്വീകരിക്കുന്ന, ധിക്കാരവും അഹങ്കാരവും കാണിക്കുന്ന ഒരവസ്ഥയില് ഖാറൂൻ എത്തിയപ്പോ അയാളുടെ ജനത അയാളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ലാ തഫ്രഹ്, നീ വല്ലാതെ നിഗളിക്കേണ്ട, നീ വല്ലാതെ ആഹ്ലാദിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. നീ വല്ലാതെ മതിമറന്ന് ആഹ്ലാദിക്കേണ്ട എന്നാണ് ഖാറൂന്റെ സമൂഹത്തിൽപ്പെട്ട ആളുകൾ അയാളോട് പറഞ്ഞത്. ആ സമ്പദ് സമൃദ്ധിയുടെയും അതിഗംഭീരമായ ഐശ്വര്യത്തിന്റെയും ഒക്കെ ബലത്തിൽ നിന്നുകൊണ്ടാണ്
അധികാരി വർഗത്തോട് ഒട്ടി നിന്നുകൊണ്ട് അയാള് ആ കീഴാള വിഭാഗമായി മാറിയ, അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരുന്ന, മർദ്ദിതരായ, അടിമകളാക്കി വെച്ചിരുന്ന ബനൂ ഇസ്രായേൽ സമൂഹത്തെ അയാള് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഈ ഖാറൂൻ. അപ്പോ ബനൂ ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ആളുകള് അയാളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ലാ തഫ്രഹ്, നീ വല്ലാതെ മതിമറന്ന് ആഹ്ലാദിക്കേണ്ട. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, ഇങ്ങനെ വല്ലാതെ മതിമറക്കുന്ന ആളുകളെ, സ്വന്തം അവസ്ഥയെ പോലും മറന്നുകൊണ്ട് അവരുടെ സാമ്പത്തിക ഐശ്വര്യത്തിന്റെ പേരിൽ നിഗളിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ആളുകളെ അള്ളാഹു ഒരിക്കലും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നീ സ്വയം മറന്ന് ഇരിക്കുക, അതാണ് നിനക്ക് നല്ലത്. സ്വയം മറന്ന് ആഹ്ലാദിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്ന് ആ ജനത ഹാറൂനെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് തുടർന്ന് അവര് ഹാറൂനോട് പറയുകയുണ്ടായത് ഇങ്ങനെയാണ്: ആ 77-ാമത്തെ ആയത്ത്, ആ സമൂഹത്തിലെ ആളുകള് ഹാറൂനോട് പറയുന്ന ഒരു ശൈലിയിലാണ് ഇവിടെ ഖുർആൻ അവതരിപ്പിക്കുന്നത്. അതിനെ ഒരു സ്വതന്ത്രമായ ആയത്തായിട്ട് അള്ളാഹു വിശ്വാസപാതയിലുള്ള എല്ലാവർക്കും ഉള്ള ഒരു ഉപദേശം എന്നുള്ള നിലക്ക് പറഞ്ഞ വിധത്തിലും അതിനെ വേണമെങ്കിൽ നമുക്ക് വായിക്കാവുന്നതാണ്. ആ വിധത്തിലുള്ള ആശയസമ്പുഷ്ടതയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. വബ്തഗ് ഫീമ ആതാക അല്ലാഹു അദ്ദാറൽ ആഖിറ, അള്ളാഹു നിനക്ക് തന്നിട്ടുള്ളത് വെച്ചുകൊണ്ട് നീ പാരത്രിക വിജയത്തെ ലക്ഷ്യമാക്കുക, ഇതാണ് നിർദ്ദേശം. വബ്തഗ്, നീ തേടിക്കൊള്ളുക, ഫീമ ആതാക അല്ലാഹു ദാറൽ ആഖിറ, അള്ളാഹു നിനക്ക് തന്നിട്ടുള്ളതിൽ വെച്ച് അവ പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, അവയെ മുൻനിർത്തിക്കൊണ്ട് നീ പാരത്രിക ഗേഹത്തെ തേടിക്കൊള്ളുക എന്നാണ്. ഐഹിക ലോകത്തെ അള്ളാഹു തന്നിട്ടുള്ള വിഭവങ്ങളെ നീ പാരത്രിക വിജയം നേടുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക, ഇതാണ് നിർദ്ദേശം. ഇത് എല്ലാവരോടുമായി അള്ളാഹു നൽകുന്ന നിർദ്ദേശമായിട്ട് നമുക്ക് വായിക്കാം, കുഴപ്പമൊന്നുമില്ല. ഈ ആളുകള്, ഇസ്രായേൽ സമൂഹത്തിലെ ആളുകള് ഹാറൂനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാചകങ്ങളായിട്ട് നമുക്കതിനെ കാണുക എന്നതും പ്രയാസമുള്ള കാര്യമില്ല. അപ്പോ വബ്തഗ് ഫീമ ആതാക അല്ലാഹു ദാറൽ ആഖിറ, അള്ളാഹു നിനക്കായി തന്നിട്ടുള്ള സംഗതികളുണ്ടല്ലോ, ഐഹിക ജീവിത ഐശ്വര്യങ്ങള്, അതൊക്കെയും തന്നെ നീ അവ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ദാറുൽ ആഖിറത്ത് നേടുവാൻ നീ ശ്രമിച്ചു കൊള്ളുക എന്നാണ് അവര് പറയുന്നത്. എന്ന് വെച്ച് വലാ തൻസ നസീബക മിനദ് ദുനിയ, ഐഹിക ലോകത്തെ നിന്റെ വിഹിതം കിട്ടുന്നത് നീ മറക്കേണ്ടതൊന്നുമില്ല. അത് പൂർണ്ണമായിട്ട് വിസ്മരിക്കണമെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. ഐഹിക ലോകത്ത് നിനക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള വിഹിതം, അത് നിന്റെ സംരംഭങ്ങളിലും നിന്റെ പ്രയത്നങ്ങളിലൊക്കെ ഉണ്ടാകേണ്ട അഭിവൃദ്ധി, അത് നീ തേടിക്കോ, അതിന് കുഴപ്പമൊന്നുമില്ല. അത് തേടുന്നതിന് കുഴപ്പമില്ല. നിനക്ക് അർഹതപ്പെട്ട വിഹിതം നീ തേടുന്നതിന് യാതൊരു കുഴപ്പമില്ല, യാതൊരു വിരോധവും ഇല്ല. അത് നീ മറക്കണ്ട. വലാ തൻസ നസീബക മിനദ് ദുനിയ, ദുനിയാവില് നിനക്കായിട്ടുള്ള ഒരു നസീബുണ്ട്, ഒരു വിഹിതമുണ്ട്, അത് നീ മറക്കണമെന്നൊന്നുമില്ല. പക്ഷെ അള്ളാഹു ഈ ഐഹിക ലോകത്ത് നിനക്ക് തന്നിരിക്കുന്ന സകല വിഭവങ്ങളും എന്തിനു വേണ്ടി തന്നതാണ്? അത് നിനക്ക് പാരത്രിക വിജയം ഉണ്ടാക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി അള്ളാഹു തന്നിട്ടുള്ളതാണ്. അതാണ് നീ ഓർക്കേണ്ടത്. അള്ളാഹു തന്ന ഐഹിക ജീവിത വിഭവങ്ങളെ പാരത്രിക വിജയം നേടുന്നതിന്, പാരത്രിക ലോകം നിന്റേതാക്കി മാറ്റുന്നതിന് നീ പ്രയോജനപ്പെടുത്തുക. ഈ ഭൗതിക ലോകത്തേക്കായി അള്ളാഹു നിനക്ക് നിശ്ചയിച്ചിട്ടുള്ള വിഹിതം അത് നീ മറക്കേണ്ടതുമില്ല. വഅഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക്, അള്ളാഹു നിന്നോട് എത്ര കണ്ട് നന്മ ചെയ്തോ അതുപോലെയുള്ള നന്മ നീയും ചെയ്യുക. നിന്റെ ഭാഗത്തു നിന്നുള്ള ദാക്ഷിണ്യവും കൃപാവായ്പും പരിഗണനയും ചേർത്തുവെക്കലും ഒക്കെ ആവശ്യമുള്ള, അതിനെ ആശ്രയിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹു നിന്നെ ഏതൊക്കെ വിധത്തിൽ ചേർത്ത് പിടിച്ചോ അതുപോലെയൊക്കെ നീയും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുക, അവരോട് നന്മ ചെയ്യുക. അള്ളാഹു നിനക്ക് ഒരുപാട് ഇഹ്സാൻ തന്നിട്ടുണ്ടല്ലോ, അള്ളാഹു ഹസനാത്തുകള് നിനക്ക് നൽകിയിട്ടുണ്ട്.
അതുപോലെ നീയും ഹസനാത്തുകൾ ചെയ്യുന്നവനാവുക. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർള്, ഭൂമിയില് കുഴപ്പമുണ്ടാക്കുന്ന അധർമ്മം പരത്തുന്നവനായി മാറരുത് നീ. അധർമ്മം പരത്തുക എന്ന് പറഞ്ഞാൽ ധാർമ്മികമായ അസാൻമാർഗികതയോ അല്ലെങ്കിൽ സമൂഹത്തെ അസ്ഥിരപ്പെടുത്തുന്ന കാര്യങ്ങളോ മാത്രമാവണമെന്നില്ല. അത് സാമ്പത്തിക വ്യാവസായിക രംഗത്തുള്ള നിലപാടുകളാവാം, രാഷ്ട്രീയമായ നിലപാടുകളാവാം, ഇങ്ങനെ പല സംഗതികളും അടങ്ങിയതാണ്. ഫസാദ് ഉണ്ടാക്കുന്നവനാകരുത് ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ നീതി നിഷേധം ഉണ്ടാകുന്നത് ആണ് ഏറ്റവും വലിയ ഫസാദ്. ഇപ്പോ നമ്മുടെയൊക്കെ കൺമുന്നിലുള്ള ഒരു ചിത്രം എന്തെങ്കിലും അക്രമം ചെയ്തതിന്റെ പേരിൽ ആളുകൾക്കെതിരിൽ നടപടിയെടുക്കാൻ ന്യായാധിപന്റെ മുന്നിൽ വന്നാൽ അത് ദുർബല സമൂഹത്തിന്റെ ഭാഗമായ ആളുകളുടെ പേരിലാണ് ആ ആരോപണം വന്നിട്ടുള്ളതെങ്കിൽ അതിൽ കടുത്ത നടപടി ഉണ്ടാവും കോടതികളിൽ നിന്ന്. എന്നാല് ഇവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന, ചവിട്ടി മെതിക്കുന്ന ഇവിടുത്തെ അക്രമികളായ സമൂഹത്തിന്റെ പ്രതിനിധികളായിട്ട് ആരെങ്കിലുമാണ് വന്നിട്ടുള്ളതെങ്കിൽ അവരോട് വലിയ ഉദാരത കാണിച്ചുകൊണ്ടുള്ള സമീപനമാണ് നിയമവ്യവസ്ഥ നൽകുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സംഗതികള്, ഇതാണ് ഏറ്റവും വലിയ ഫസാദ്. ഇത് ഒരു പരിമിതമായ മേഖലയിലുള്ള ഫസാദല്ല. ജനങ്ങൾക്ക് നിയമവാഴ്ചയിലും നീതി നിർവഹണത്തിലും വിശ്വാസം ഇല്ലാതായി എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അവര് വലിയ കുറ്റവാളികളും അക്രമിക്കൂട്ടങ്ങളുമായിട്ട് മാറും. അവര് മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും വിപണനക്കാരായി മാറും. അത് ഉപയോഗപ്പെടുത്തുന്ന ആളുകളായി മാറും. സമൂഹത്തിന്റെ ധാർമ്മികവും സാമ്പത്തികവുമായ അടിത്തറ തന്നെ തകർത്തു കളയുന്ന പല നടപടികളുടെയും ആളുകളൊക്കെ ആയിട്ട് മാറും. ഇത് ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ്. പിന്നിട്ട കാലത്ത് അമേരിക്കയിൽ കറുത്ത വർഗക്കാരായ ആഫ്രിക്കൻ വംശജരെ അടിമത്തത്തിൽ നിന്ന് ഒറ്റയടിക്ക് വിമോചിതരാക്കുന്ന പ്രഖ്യാപനം ഉണ്ടാവുകയും അവര് താമസിക്കാൻ ഇടമില്ലാതെ, തൊഴിലില്ലാതെ, ഭക്ഷണമില്ലാതെ, വസ്ത്രമില്ലാതെ തെരുവിന്റെ മക്കളായി മാറിയ ആ ഘട്ടത്തില് പിന്നീടുണ്ടാകുന്ന കാഴ്ച നമ്മള് അമേരിക്കയുടെ തടവറകളില് ഈ കറുത്ത വർഗക്കാര് കുറ്റകൃത്യങ്ങളുടെ പേരിൽ പിടിക്കപ്പെട്ട് നിറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ നീതി നിഷേധവും അക്രമവും കൊടികുത്തി വാഴുന്ന ഒരവസ്ഥ ഉണ്ടായാൽ ആളുകൾക്ക് സ്വന്തം അഭിമാനബോധം തന്നെ വിലമതിക്കാത്ത ഒരു സംഗതി, അല്ലെങ്കിൽ അതിന് മൂല്യം കാണാത്ത ഒരു അവസ്ഥ ആകുവോളം അവര് ചവിട്ടി മെതിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ സമൂഹം ധാർമ്മികമായിട്ടും സദാചാരപരമായിട്ടും ഒക്കെ തകരും. അത് അവര് കുറ്റവാസന ഉള്ള ഒരു സമൂഹമായിട്ട് മാറും. അത് സ്വാഭാവികമായി വന്നു ചേരുന്നതാണ്. നീതി നിഷേധവും അക്രമവും ഒക്കെ നിരന്തരം ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി അങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുമ്പോ ഈ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളുടെ വിഭാഗങ്ങളില് തീർച്ചയായിട്ടും ഫസാദിന്റെ ലക്ഷണങ്ങള്, അക്രമവാസന ഒക്കെ ഉടലെടുക്കും എന്നതാണ് സാമൂഹ്യശാസ്ത്രപരമായ ഒരു വസ്തുത. അപ്പോ ഇവിടെ ഹാറൂനോട് തന്റെ നാട്ടുകാര് അല്ലെങ്കിൽ സമൂഹം, ബനു ഇസ്രായേൽ സമൂഹത്തിലെ ആളുകൾ പറയുകയുണ്ടായത്, അള്ളാഹു താങ്കൾക്ക് തന്നിട്ടുള്ള ഈ ഐശ്വര്യങ്ങളുടെ പിൻബലത്തിൽ നീ പാരത്രിക ജീവിതത്തെ വിജയമാക്കി മാറ്റാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഭൗതിക ജീവിതത്തിൽ താങ്കൾക്കായി അള്ളാഹു വെച്ചിട്ടുള്ള വിഹിതം നീ മറക്കണമെന്നൊന്നുമില്ല. അള്ളാഹു നിന്നോട് ചെയ്തിട്ടുള്ള നന്മ പോലെ നീ ആളുകളോട് നന്മ ചെയ്യുന്നവനായി മാറുക. അതുപോലെ വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർള്, ഭൂമിയില് അരക്ഷിതാവസ്ഥയും അരാജകത്വവും അധാർമികതയും കൊടികുത്തി വാഴുന്ന അവസ്ഥ നീ ഉണ്ടാക്കരുത്. ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, ഇങ്ങനെ അരാജകത്വം ഉണ്ടാക്കുന്ന, കുഴപ്പവും ദ്രോഹവും അഴിച്ചുവിടുന്ന ആളുകളെ ഒരിക്കലും തന്നെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്നാണ് ബനു ഇസ്രായേൽ സമൂഹം ഹാറൂനോട് പറയുകയുണ്ടായത്. ഹാറൂൻ അതിനോട് നൽകുന്ന പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി,
എനിക്ക് നൽകപ്പെട്ട വിഭവങ്ങളും ഈ ഐശ്വര്യമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്റെ അറിവും സാമർഥ്യവും എന്റെ പഠിപ്പും ഒക്കെ കാരണമായിട്ട് കിട്ടിയിട്ടുള്ളതാണ്, എന്റെ നേട്ടമാണ് എന്നാണ് ഇവിടെ ഖാറൂൻ പറയുന്നത്. ഇതൊക്കെ ഞാൻ എന്റെ സാമർഥ്യം കൊണ്ട്, എന്റെ കഴിവ് കൊണ്ട്, എന്റെ കഠിനാധ്വാനം കൊണ്ട്, എന്റെ അറിവ് കൊണ്ട് ഒക്കെ നേടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ ആരുടെയും ഓശാരമല്ല, നിങ്ങൾ ആരും ഔദാര്യമായിട്ട് വെച്ച് നീട്ടിയതല്ല, ആരെങ്കിലും എനിക്ക് വെറുതെ തന്നതല്ല. ഞാൻ എന്റെ അറിവ്, കരുത്ത്, പഠിപ്പ്, ബിരുദ്, സാമർഥ്യം ഒക്കെ കാരണമായിട്ട് ഉണ്ടാക്കിയതാണ് ഇതൊക്കെയും തന്നെ. അവലം യഅലം അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂൻ. അള്ളാഹു ചോദിക്കുകയാണ്, അവലം യഅലം, ഇവൻ അറിയുമായിരുന്നില്ലേ, അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി, ഇവന്റെ മുമ്പ് അള്ളാഹു നശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് എന്ന്. മിനൽ ഖുറൂൻ, തലമുറകളെ തന്നെ. മൻ ഹുവ അശദ്ദു മിൻഹു ഖുവ്വതൻ വഅക്സറു ജമ്മ, ഇവനെക്കാളും കരുത്തും സംഘബലവും ഉണ്ടായിരുന്ന പല സമൂഹങ്ങളെയും പല തലമുറകളെയും തന്നെ അള്ളാഹു നശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഇവൻ അറിയുമായിരുന്നില്ലേ. വലാ യുസ്അലു അൻ ദുനൂബിഹിമുൽ മുജ്രിമൂൻ, കുറ്റവാളികൾ അവരുടെ ദുനൂബിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടല്ല അള്ളാഹുവിന്റെ ഈ നടപടി ഉണ്ടാവുന്നത്. കുറ്റവാളികളെ ഒരുക്കി നിർത്തിയിട്ട് അവരെ അവരുടെ കുറ്റങ്ങള് കേൾപ്പിച്ച് അവരത് ഏറ്റുപറഞ്ഞ് സമ്മതിച്ച് കുറ്റസമ്മതം നടത്തിയതിന് ശേഷമല്ല അള്ളാഹുവിന്റെ നടപടി ഉണ്ടാവുക. അവര് വലിയ കേമന്മാരാണ് എന്ന് കരുതി വലിയ നിഗളിപ്പിലും അതുപോലെ ആഹ്ലാദത്തിമർപ്പിലും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിയുന്ന കാലം ഉണ്ടാവുമല്ലോ. അവര് വലിയ കരുത്തുള്ളവരാണ്, വലിയ സ്വാധീനമുള്ളവരാണ്, ഭരണം നടത്തുന്ന ആളിന്റെ കീശയിലാണ്, ഞാന് പറഞ്ഞാൽ അയാൾ എനിക്കത് ചെയ്തു തരും എന്നൊക്കെയുള്ള കണക്കുകൂട്ടലുള്ള ഒരു കാലം. അത് അങ്ങനെയുള്ള ഈ വ്യാവസായിക സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തുന്ന സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കിയെടുത്ത സമ്പന്നരായ ആളുകൾ, അവരുടെ ഒരു മനോഘടനയാണത്. ആ മനോഘടനയിൽ അവർ കഴിഞ്ഞുകൂടുമ്പോഴാണ് വളരെ അവിചാരിതമായിട്ട് അള്ളാഹുവിന്റെ നടപടി ഉണ്ടാവണം. ഈ ഖാറൂൻ മാത്രമല്ല, ഖാറൂനെ പോലെയും ഖാറൂനേക്കാളും സംഘബലവും ശക്തിയും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളും എത്രയോ പേര് അള്ളാഹു ഇങ്ങനെ അവരെ പിടികൂടി നശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തില് അവരെ അള്ളാഹു വിളിച്ചു വരുത്തി വിചാരണ ചെയ്ത് അവര് കുറ്റം ഏറ്റു പറഞ്ഞതിന് ശേഷമായിരുന്നില്ല അവരുടെ മേല് നടപടി ഉണ്ടായിരുന്നത്. വലാ യുസ്അലു അൻ ദുനൂബിഹിമുൽ മുജ്രിമൂൻ, മുജ്രിമുകള്, കുറ്റവാളികൾ അവരുടെ പാപങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുകയല്ല. ചോദ്യം ചെയ്യൂല എന്നല്ല പറയുന്നത്, ചോദ്യം ചെയ്യാൻ അള്ളാഹു നിശ്ചയിച്ച ഒരു സമയമുണ്ട്. ആ ഘട്ടത്തിൽ തീർച്ചയായിട്ടും അവരൊക്കെയും ചോദ്യം ചെയ്യപ്പെടും. പക്ഷെ ഇപ്പൊ നടപടി ഉണ്ടായിരിക്കുന്നത് അവര് കുറ്റം ഏറ്റുപറയാൻ കാരണമാകുന്ന വിധത്തില് അവരെ ചോദ്യം ചെയ്യപ്പെടുകയും അതിനെ തുടർന്ന് അള്ളാഹു അവരെ നശിപ്പിക്കുകയും ചെയ്തു എന്നല്ല. അപ്പോ നേരത്തെ ഫിറോവിന്റെ കഥ പറഞ്ഞപ്പോ ഫിറോൻ ചെങ്കടലിൽ മുങ്ങിച്ചാവുന്നത് അതിന്റെ തൊട്ടു മുന്നേ അള്ളാഹു അയാളെ പിടികൂടി അയാളുടെ ദുനൂബുകളെ കുറിച്ച് കുറ്റവിചാരണ ചെയ്ത് അയാളത് സമ്മതിച്ച് പറഞ്ഞുകൊണ്ടല്ല. ഫിറോൻ അയാളുടെ ധിക്കാരത്തിലും അഹന്തയിലും അങ്ങനെ കത്തി നിൽക്കുന്ന കാലത്ത് അള്ളാഹു വളരെ അവിചാരിതമായിട്ട് അയാളെ പിടികൂടുകയായിരുന്നല്ലോ. ഇതേപോലെ എത്രയോ തലമുറകളെ അള്ളാഹു പിടികൂടുകയുണ്ടായിട്ടുണ്ട്. അവരാരും കുറ്റം ഏറ്റു പറയുന്ന വിധത്തില് ആ ഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയുണ്ടായിട്ടില്ല. എന്നിട്ട് അവര് അത് ഏറ്റു പറഞ്ഞതിനെ തുടർന്ന് അള്ളാഹു ഒരു നടപടി എടുത്തു എന്ന നിലക്കല്ല. അവരൊക്കെ അവരുടെ പ്രതാപത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നിഗളിപ്പിന്റെയും ഒക്കെ ആ പരമകാഷ്ഠയിലായിരുന്ന ഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ നടപടി അവിചാരിതമായിട്ട് അവർ നേരിടേണ്ടി വരുന്നത്. അപ്പോ ഇവിടെ ഒരു പ്രത്യേക സ്വഭാവപരമായ പ്രത്യേകതകളുള്ള ഒരു സമൂഹത്തെ അല്ലെങ്കിൽ അത്തരം ആളുകളെയാണ് അള്ളാഹു ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഖാറൂൻ കേവലം ഒരു വ്യക്തിയല്ല, എല്ലാ കാലഘട്ടങ്ങളിലും ഖാറൂന്മാരുണ്ടായിട്ടുണ്ട്, എല്ലാ സമൂഹങ്ങളിലും ഖാറൂന്മാരുണ്ടായിട്ടുണ്ട്. അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല, പാരത്രിക ജീവിതത്തെ അവർ ഗവനിക്കുന്നില്ല, അള്ളാഹുവിന്റെ വിചാരണയെ അവർ ഭയപ്പെടുന്നില്ല. അവർക്ക് വലിയൊരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് അള്ളാഹു വലിയ ഐശ്വര്യം നൽകിയിരിക്കുകയാണ്. അവരുടെ സമുദായം അങ്ങേയറ്റത്തെ സങ്കീർണമായ ജീവിത സാഹചര്യങ്ങളിലാണ് കഴിയുന്നത്.
എങ്കിൽ പോലും ഇവര് അങ്ങേയറ്റത്തെ സമ്പന്നരായ ധാരാളം ഐശ്വര്യം അള്ളാഹു ചൊരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അയാളുടെ സമൂഹത്തെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന അവിടെ അധികാരവും കരുത്തും ഒക്കെ കാണിക്കുന്ന ആളുകളെക്കാളും ഒക്കെ സാമ്പത്തികമായിട്ടും അതുപോലെ പിന്തുണക്കാനുള്ള ആളുകളുടെ എണ്ണത്തിന്റെ ഒക്കെ കാരണത്താലും ഒക്കെ ഉയർന്നു നിൽക്കുന്നവരായിരിക്കും ഇവര്. പക്ഷെ അവര് എന്നാൽ പോലും അവര് ചെയ്യുന്നത് അവര് ഈ ഭരണവർഗത്തിന്റെയോ അധികാരികളുടെയോ ഒത്താശയോടുകൂടി സ്വന്തം സമൂഹത്തെ ചവിട്ടി തേക്കുന്ന, അവരെ നിസാരന്മാരാക്കി കാണിക്കുന്ന, അവരെ ഒറ്റുകൊടുക്കുന്ന ഒരു നിലപാടാണ് ഈ ഈ ഈ പ്രത്യേകതകളുള്ള ആളുകൾ സ്വീകരിക്കുക. അതിന്റെ ഏറ്റവും ക്ലാസിക് ആയ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ ഹാറൂന്റെ മാതൃകയിൽ നമുക്ക് അള്ളാഹു കാണിച്ചു തരുന്നത്. അള്ളാഹു പലയിടങ്ങളിലും വിശുദ്ധ ഖുർആനിൽ ഹാറൂനെ പരാമർശിക്കുന്നുണ്ട്. ഒരിടത്ത് ഫിറൗനും ഹാമാനും പോലെ മൂസ അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ ദൗത്യം നിർവഹിക്കാനായിട്ട് നിയോഗിക്കപ്പെടുന്നത് ഈ ഹാറൂന്റെ കൂടി അടുക്കലേക്കായിട്ടാണ് എന്നത് അള്ളാഹു പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഫിറൗന്റെ അധികാരി സമൂഹവുമായി, അധികാരി വർഗവുമായി വളരെ അടുത്ത ബന്ധം നിലനിർത്തി പോരുന്ന ആളാണ് ഹാറൂൻ. അയാള് ബനു ഇസ്രായേൽക്കാരനാണ്, പക്ഷെ അയാള് വലിയ ധനാഢ്യനാണ് എന്നതുകൊണ്ട് ഭരണവർഗത്തിന്റെ അടുക്കലേക്ക് അയാൾക്ക് എളുപ്പത്തില് ചില വഴികളൊക്കെ ഉണ്ടായിരുന്നു. അത് നിലനിർത്തുന്നതിന് വേണ്ടിയും തന്റെ സാമ്പത്തികമായ സാധ്യതകളെ മങ്ങലേൽക്കാതെ കാത്തു സൂക്ഷിക്കുന്നതിനൊക്കെ വേണ്ടി ഭരണവർഗത്തിനോട് ഒട്ടി നിന്നുകൊണ്ട് സ്വന്തം സമുദായത്തെ ചവിട്ടിത്തേക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇത് സാമ്പത്തിക രംഗത്ത് ഉയർന്നു നിൽക്കുന്ന ആളുകളുടെ മാത്രം പ്രവണതല്ല, അത് രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകളുടെയും മതപൗരോഹിത്യത്തിന്റെയും ഒക്കെ ഒരു സ്വഭാവമാണത്. അവര് ശത്രുക്കളോട് ഒട്ടി നിൽക്കുക. എന്തിനു വേണ്ടിയാണ്? അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി. അതിനുവേണ്ടി സ്വന്തം സമുദായത്തെ ഒറ്റുകൊടുക്കുന്നതിനൊന്നും അവർക്ക് മടിയുണ്ടാവില്ല. അതാണ് അവരുടെ സ്വഭാവം. അപ്പോ മൂസ അലൈഹി ഇസ്ലാമിനെ എതിർക്കുന്നതില് ഫിറൗന്റെ തൊട്ടു പുറകിലായിട്ട് തന്നെ ഹാറൂൻ നിലകൊള്ളുന്നുണ്ടായിരുന്നു എന്നാണ് ഖുർആൻ നൽകുന്ന സൂചന. വലഖദ് അർസൽനാ മൂസ ബി ആയാതിനാ വസുൽത്താനിൻ മുബീൻ. മൂസായെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളും വ്യക്തമായ തെളിവുകളും ഒക്കെ നാം അയക്കുകയുണ്ടായി. ഇലാ ഫിറൗന വ ഹാമാന വ ഖാറൂൻ. ഫിറൗന്റെ മന്ത്രിയായിരുന്ന ഹാമാന്റെയും ഫിറൗന്റെ കാലഘട്ടത്തിലെ ഇസ്രായേൽ സമൂഹത്തിലെ ഒരു ധനാഢ്യനായിരുന്ന ഖാറൂന്റെയും ഒക്കെ അടുക്കലേക്ക്, ഹാമാന്റെയും ഖാറൂന്റെയും ഒക്കെ അടുക്കലേക്ക് ആണ് മൂസ അലൈഹി ഇസ്ലാമിനെ നാം അയക്കുകയുണ്ടായത്. അപ്പോ ഫഖാലു സാഹിറുൻ കദ്ദാബ്. അപ്പൊ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം വ്യാജനായ ഒരു ജാലവിദ്യക്കാരനാണ്, ആഭിചാര വൃത്തി ചെയ്യുന്ന ആളാണ് എന്നാണ്. അപ്പോ ഫിറൗൻ ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ വംശനശീകരണം നടത്തിക്കൊണ്ടിരുന്ന ഘട്ടത്തിൽ പോലും ശത്രുവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടാണ് ഹാറൂൻ സ്വീകരിച്ചത് എന്നാണ് ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ സൂറത്തുൽ അൻകബൂത്തിൽ ഒരിടത്ത് അള്ളാഹു പറയുന്നത് കാണാം, ഖാറൂന വ ഫിറൗന വ ഹാമാന വലഖദ് ജാഅഹും മൂസ ബിൽ ബയ്യിനാതി ഫസ്തക്ബറു ഫിൽ അർള് വമാ കാനൂ സാബിഖീൻ. ഖാറൂനും ഫിറൗനും ഹാമാനും മൂസ ബയ്യിനാത്തുകളുമായിട്ട് അവരുടെ അടുക്കലേക്കാണ് കടന്നു എന്നത്. അവര് ധിക്കരിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു. നാട്ടിലെ വലിയ കിബറ് കാണിച്ചുകൊണ്ട് നിലക്കൊണ്ടു. അവരാരും പക്ഷെ വിജയിക്കാൻ പോകുന്നില്ല, അവര് വിജയിച്ചതുമില്ല എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ബൈബിളിലെ ഒരു സൂചനയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ബൈബിളില് ഖാറൂന് വലിയ സമ്പന്നൻ എന്ന നിലക്കുള്ള പരിചയപ്പെടുത്തലുണ്ടെങ്കിലും എത്രത്തോളം അയാളുടെ സാമ്പത്തികമായ സാധ്യത ഉണ്ടായിരുന്നു എന്നതൊന്നും സൂചിപ്പിക്കുന്നില്ല. ഇസ്രായേലി സ്രോതസ്സുകളില് അതിനെക്കുറിച്ചുള്ള ഒരു പരാമർശം 300 കോവർ കഴുതകൾക്ക് ചുമക്കാൻ മാത്രം ഉണ്ടായിരുന്നു ഹാറൂന്റെ സമ്പത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ഖജനാവുകളുടെ നിധികുംഭങ്ങളുടെ ഒക്കെ താക്കോൽ കൂട്ടങ്ങൾ എന്നാണ്
അത് ഒരു അതിശയോക്തിപരമായ ഒരു വിവരണമായിരിക്കാം. എന്നാൽ പോലും ഖുർആൻ അതിനോടടുക്കുന്ന വിധത്തിൽ തന്നെയാണ്. വലിയൊരു സംഘം ചുമക്കാൻ മാത്രം, എന്നിട്ട് അവർക്കത് ഭാരമായി തോന്നുന്ന വിധത്തില് അത്രത്തോളം വലിയ സമ്പത്തിന്റെ ഉടമയായിരുന്നു ഈ ഖാറൂൻ എന്ന സൂചനയാണല്ലോ ഖുർആൻ നടത്തുന്നത്. നമ്മൾ വായിച്ചല്ലോ അത്. അപ്പോ ഇവിടെ ആളുകൾ നീ വല്ലാതെ ആഹ്ലാദിച്ച് മതിമറന്ന് ആഹ്ലാദിക്കുന്ന ഒരു നിലപാട് കാണിക്കണ്ട എന്ന് പറഞ്ഞപ്പോ ഖാറൂൻ പറഞ്ഞത് ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി എന്നാണ്. ഞാൻ എന്റെ അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും സാമർഥ്യം കൊണ്ടും നേടിയതാണ് ഇതൊക്കെ. അതൊക്കെ എനിക്ക് നൽകപ്പെട്ടത് എന്റെ ഇൽമ് കാരണമായിട്ടാണ് എന്ന് പറഞ്ഞല്ലോ. അതാണ് ഖുർആൻ ഇവിടെ ഉദ്ധരിക്കുന്നത്. അതില് രണ്ട് സാധ്യത ഉണ്ട്. ഈ ആയത്തിന്റെ ശകലത്തിന് രണ്ട് അർത്ഥസാധ്യതകളാണുള്ളത്. ഒന്ന്, ഇതൊക്കെ ഞാൻ എന്റെ സാമർഥ്യം കൊണ്ട് നേടിയ സംഗതിയാണ്. എന്റെ അറിവ്, എന്റെ കഴിവ്, എന്റെ പരിചയം, എന്റെ സാമർഥ്യം, ഇതൊക്കെയാണ് അതിന്റെ അടിസ്ഥാനം. അങ്ങനെയാണ് എനിക്ക് ഇതൊക്കെ നേടാൻ കഴിഞ്ഞത് എന്നാണ് ഖാറൂൻ ഉദ്ദേശിക്കുന്നത് എന്നത് മനസ്സിലാക്കാം. മറ്റൊരു അർത്ഥസാധ്യതയുള്ളത്, ഇതൊക്കെ എന്റെ യോഗ്യതയും അർഹതയും ഒക്കെ കാരണമായി, എന്റെ അറിവ്, എന്റെ സാധ്യത, കഴിവ്, എന്നിലെ നന്മ, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് അള്ളാഹു നൽകിയതാണ് എന്നാണ് ഖാറൂൻ പറയുന്നത്. ഞാൻ ഇത്രയും ഐശ്വര്യം സമ്പത്തും ഒക്കെ ഉള്ളവനായത് ഞാനൊരു മോശം ആളായത് കൊണ്ടല്ലല്ലോ എനിക്ക് നൽകിയിട്ടുള്ളത്. ഞാൻ നല്ല ആളായതുകൊണ്ടും ഞാൻ യോഗ്യനായതുകൊണ്ടും അള്ളാഹുവിന് തൃപ്തിയുള്ളവനായതുകൊണ്ടുമാണ് അള്ളാഹു ഇതൊക്കെയും എനിക്ക് നൽകിയിട്ടുള്ളത് എന്ന ഒരർത്ഥത്തില് പറയുന്നതായിട്ടും നമുക്കതിനെ വിശദീകരിക്കാൻ സാധിക്കും. അപ്പോ എന്തായാലും ഇത് ഖാറൂന്റെ നിഗളിപ്പിന്റെയും അഹങ്കാരത്തിന്റെയും ഒക്കെ വളരെ പ്രകടമായ ഒരു പ്രഖ്യാപനമായിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അഷുറൻസ് ആയിട്ടോ നമുക്കത് കാണാം. ബുദ്ധിയും പാണ്ഡിത്യവും യോഗ്യതയും സാമർഥ്യവും കഴിവും അതുപോലെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കാനുള്ള പ്രത്യേകമായ അഭിരുചിയും ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ തന്നെ അള്ളാഹു ഓരോരുത്തർക്കായിട്ട് നൽകിയിട്ടുള്ള അമാനത്ത് മാത്രമാണ്. അള്ളാഹു നിശ്ചയിച്ചൊരു കാലം മാത്രം അത് അവരിലുണ്ടാകും. അത് അവർക്കുള്ള ഒരു പരീക്ഷണമായിട്ട് അള്ളാഹു നൽകിയിട്ടുള്ളതാണ്. ഏത് അനുഗ്രഹവും അള്ളാഹു നൽകുന്നത് അത് അവർക്ക് പാരത്രിക വിജയം നേടാൻ ഉപകരിക്കട്ടെ എന്ന നിലക്കാണ്. ആ നിലക്ക് അത് പ്രയോജനപ്പെടുത്താവുന്നതുമാണ്. പക്ഷെ പലരും അത് അഹങ്കാരികളായി മാറാനുള്ള ഒരു കാരണമായിട്ട് മാറുകയാണ് പലരുടെയും കാര്യത്തില്. അത് കുറ്റവാളികള് ഇവിടെ അള്ളാഹു സൂചിപ്പിച്ചല്ലോ, അവര് ചോദ്യം ചെയ്യപ്പെട്ടതിന് ശേഷമല്ല അവരുടെ നേരെയുള്ള നടപടി ഉണ്ടാവുന്നത് എന്നത്. കുറ്റവാളികൾ ചോദ്യം ചെയ്യപ്പെടൂല എന്നല്ല, അള്ളാഹു നിശ്ചയിച്ച സമയത്ത് തീർച്ചയായിട്ടും എല്ലാ കുറ്റവാളികളും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. പക്ഷെ അവര് കുറ്റവാളികൾക്ക് അവരുടെ ന്യായങ്ങള് ബോധിപ്പിക്കാൻ, എന്നിട്ട് അവരുടെ പക്ഷമായിരുന്നു ശരി എന്നത് വാദിച്ച് സ്ഥാപിക്കാനൊന്നും ഒരവസരവും കൊടുത്തുകൊണ്ടല്ല അള്ളാന്റെ നടപടി ഉണ്ടാവുക എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. നടപടി ഉണ്ടാവുന്നതിന്റെ മുമ്പ് അവർക്കെതിരിൽ ഒരു വിമർശനം ഉണ്ടായാൽ പിന്നെ നാട്ടിൽ ആർക്കും നിൽക്കാൻ കഴിയാത്ത വിധത്തില് അവരുടെ മറുന്യായങ്ങളും അതുപോലെ ന്യായീകരണങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ ശബ്ദമുഖരിതമാകും ഭൂമുഖം ഒന്നാകെ തന്നെ. അതേ സമയത്ത് അള്ളാഹു അവരെ പെട്ടെന്ന് പിടികൂടുകയാണ്. ഒരു ന്യായവും ന്യായീകരണവും നടത്താൻ, ഒരു ന്യായം പറയാൻ അവസരം കിട്ടാത്ത വിധത്തില് അവരുടെ തൊണ്ടയിൽ കയറി പിടിക്കുന്ന പോലെയുള്ള ഒരു അനുഭവം വന്നു ചേരുകയാണ് ഫിറൗനുണ്ടായതുപോലെ ഇത്തരം കുറ്റവാളികൾക്ക് എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇവര് വിചാരണ നേരിടും. പക്ഷെ ഈ ഭൗതിക ലോകത്ത് അവർക്ക് അള്ളാഹു നിശ്ചയിച്ച ശിക്ഷ അവരെ പിടികൂടുന്നത് അവർക്കുള്ള ന്യായങ്ങളൊക്കെ പറയാൻ അവസരം കിട്ടുന്ന വിധത്തിൽ ചില ചോദ്യങ്ങൾ അവരുടെ നേരെ തൊടുത്തു വിട്ടുകൊണ്ടല്ല. അത് പെട്ടെന്ന് അവരെ പിടികൂടും. പിന്നെ അവർക്കൊന്നും പറയാനും ഒരു പ്രതികരണം നടത്താനും കഴിയാത്ത അവസ്ഥയായിരിക്കും എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. വളരെ മനഃശാസ്ത്രപരമായ പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ട വളരെ അസാധാരണമായ ഒരു കഥാപാത്രമാണ് ഈ ഖാറൂൻ എന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമ്മുടെ കാലഘട്ടത്തില് ഇത്തരം പ്രതിഭാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും. അവരെ മനസ്സിലാക്കാനെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ഈ ചരിത്ര കഥാപാത്രം പ്രയോജനപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എപ്പോഴും മർദ്ദിത സമൂഹത്തില് ഇങ്ങനെ ചില കഥാപാത്രങ്ങൾ ഉണ്ടാകും. സമൂഹം
വല്ലാതെ ചവിട്ടി മെതിക്കപ്പെടുന്ന അവസ്ഥയിലാണെങ്കിലും ഇവര് ധനാഢ്യതയുടെ എല്ലാ സാധ്യതകളും അനുഭവിച്ചുകൊണ്ട് അങ്ങനെ വലിയ സമൃദ്ധിയുള്ള ആളുകളായിട്ട് അങ്ങനെ വിലസുന്നവരും വലിയ വീമ്പ് പറയുന്നവരൊക്കെ ആയിട്ടുണ്ടാവും. അവര് സ്വന്തം സമൂഹത്തിനെതിരില് ശത്രുപക്ഷത്തിന് സ്വന്തം സമൂഹത്തെ ഒറ്റിക്കൊടുക്കുന്ന അവസ്ഥ പോലും ഉണ്ടാവും. എന്നിട്ട് അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിരിക്കും അവരുടെ വ്യഗ്രത. ഈ പ്രവണത കാണിക്കുന്നവര് നമുക്ക് മറ്റ് മേഖലകളിലും കാണാൻ സാധിക്കും. മതരംഗത്ത് കാണും, രാഷ്ട്രീയ രംഗത്ത് കാണും, അതുപോലെ വേറെയും പല രംഗങ്ങളിലും ഇത്തരം ആളുകളെ കാണാൻ സാധിക്കും. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്പം നീണ്ടുപോയി, ക്ഷമിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.